ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഒരു നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം വാക്യങ്ങൾ നമ്മെ പ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുക. കായ്ക്കേണ്ടത് അധികം ഫലം കായ്ക്കുന്നതിന് വേണ്ടി ചെത്തി വെടിപ്പാക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു, ജീവിതം ഒരു പൂന്തോട്ടം പോലെയാണ്. ശ്രദ്ധയോടെ പരിപാലിച്ചില്ല എങ്കിൽ കീടങ്ങളുടെ ആക്രമണമുണ്ടാകും. ശരിയായ പരിപാലനം കിട്ടിയില്ല എങ്കിൽ ഫലം ഉണ്ടാവുകയില്ല. ശരിയായ അറേഞ്ച്മെൻറ്റുകളില്ല എങ്കിൽ ആ തോട്ടത്തിന് നാശം ഉണ്ടാകും എന്ന് പഠിപ്പിക്കുകയാണ്. ഫലം കായ്ക്കണമെങ്കിൽ ചില ചെത്തി വെടിപ്പാക്കലുകൾ നമുക്ക് ആവശ്യമാണ്. ചില കാര്യങ്ങൾ ബോധപൂർവം എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ചില അറേഞ്ച്മെൻറ്റുകൾ നാം ബോധപൂർവം ചെയ്യേണ്ടതായിട്ടുണ്ട്. ബോധപൂർവം ചിലത് ചെയ്യുവാനും ബോധപൂർവം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഫലം കായ്ക്കുവാൻ വേണ്ടി ജീവിതത്തെ കുറച്ചുകൂടി പരുവപ്പെടുത്തിയെടുക്കുവാനും ഈ നോമ്പ് കാലഘട്ടം നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തെ ഒന്നുകൂടി പരുവപ്പെടുത്തി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം, ഉടയവൻ്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം വളരുവാൻ തക്കവണ്ണം ജീവിതം നമുക്ക് ക്രമപ്പെടുത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.